ഒരുപാട് കുടുംബ സിനിമ സംവിധാനം ചെയ്ത് സമ്മാനിച്ച സംവിധായകൻ VM വിനു ആൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ. നമസ്കാരം. ഇപ്പോൾ രണ്ടുപേരും മറുപടിയുമായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? മറുപടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മറുപടിയെക്കുറിച്ച് ഇപ്പം പെട്ടെന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ ജയേന്ദ്രൻ എൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്കതിലെ പാട്ടുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അതിൽ 3 പാട്ടുകളുണ്ട്. കാരണം എൻ്റെ എല്ലാ ഹിറ്റ് സിനിമകളുടെ ഒരു ഭാഗം ജയചന്ദ്രൻ തന്നെയാണ്. കാരണം ഞാനും കൂടി ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം ഹിറ്റാണ്. പിന്നെ അത് മാത്രമല്ല, എത്ര വർഷം കഴിഞ്ഞാലും ഓർക്കുന്ന പാട്ടുകളാണ് ജയചന്ദ്രൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്, എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തത്. മലയാളിയിലെ സംഗീതം ഇഷ്ടപ്പെടുന്നവർക്കും ചെയ്തിരിക്കുന്നതൊക്കെ അത്ര ഇഷ്ടപ്പെട്ട കാരണം. അപ്പോൾ എനിക്കിപ്പോൾ ഈ ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ സിനിമയെ കാത്തിയൊന്നുമില്ല, എൻ്റെ സിനിമ എൻ്റെ സംഗീത സംവിധായകനായ ജയേന്ദ്രനും അതിലെ ഗാനങ്ങളാണ് എനിക്ക് ഓർമ്മ. അപ്പോൾ ചേട്ടാ പറയൂ മറുപടിയിലെ ഗാനങ്ങൾ. മറുപടി എന്ന് പറയുന്നതിന് മുമ്പ് ചേട്ടൻ്റെ അതിനോട് മറുപടി പറയണം. ബാലേട്ടൻ എന്നുള്ള സിനിമയുടെ ചർച്ച നടക്കുന്ന സമയത്ത് ഇത് എനിക്ക് അപ്പോഴറിയില്ല, ഇപ്പോഴറിയുന്ന ഒരു കാര്യമാണ്. അതായത് അപ്പോൾ വളരെ അക്കാലത്തെ വളരെ പ്രഗത്ഭരായിട്ടുള്ള സംഗീത സംവിധായകരെ അതിനുവേണ്ടി പരിഗണിച്ചപ്പോൾ VM ചേട്ടൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു പയ്യനുണ്ട്, ആ പയ്യൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. കഴിഞ്ഞ ഒരു സിനിമ കൺമഷി എന്ന് പറഞ്ഞ് എൻ്റെ പടം അവനാണ് ചെയ്തത്, അവൻ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു. അങ്ങനെ അരവമണി സാറിനോട് പറഞ്ഞിട്ടാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു വളരെ വലിയൊരു വഴിത്തിരിവ് എൻ്റെ സംഗീത ജീവിതത്തിലുണ്ടായത്. അതിനുശേഷം ഇത് 6ാമത്തെ സിനിമയാണ് ചേട്ടനുമായിട്ട് ഒന്നിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത്. കാരണം ചേട്ടനായിട്ട് ഉള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് വർഷങ്ങളുടെയാണ്, ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. അപ്പോൾ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ പ്രൊഫഷണലായിട്ടുള്ള വളരെയധികം വാംത്തുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കൂടുമ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും നമ്മുടെ ഉത്സവങ്ങളാണ്, നമ്മുടെ മനസ്സിൻ്റെ ഉത്സവങ്ങളാണ് നമ്മുടെ കോമ്പോസിങ് സെഷൻസ് വരുന്നത്. അപ്പോൾ ട്യൂൺസൊക്കെ ഉണ്ടാവുകയാണ്, അല്ലാതെ ഉണ്ടാക്കപ്പെടുന്നത്. അത് ഇങ്ങനെ നമ്മുടെ ഡിസ്കഷനിലൂടെ ഇങ്ങനെ ട്യൂൺ ഉണ്ടാവും. വിനിച്ചേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിനിച്ചേട്ടനാണ് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാറില്ല, ഇത് നന്നായിട്ടുണ്ട് ജയ, ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ. ആ ഒരു മറുപടിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? പാട്ടുകളെ കുറിച്ച് എന്തെങ്കിലും വിനിച്ചേട്ടൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ വേണം, എനിക്ക് ഇങ്ങനത്തെ സോങ്സ് ആണ്? മറുപടിക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന് ഒരു ത്രില്ലറാണ്, അതേസമയം അതിന് റിയാലിറ്റിയും, ഫാമിലി ഒരു ഓറിയൻറ്റഡ്. അപ്പോൾ പാട്ടുകളുടെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും വിനിച്ചേട്ടൻ ഇത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് പാട്ട് സിറ്റുവേഷൻസ് വച്ചിരിക്കുന്നത്. കാരണം ഒരു ത്രില്ലർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു കഥ പറഞ്ഞു പോകാൻ വേണ്ടി മാത്രം പാട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു രീതി നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇത് അതല്ല, പാട്ടിനും ഒരു പ്രോമിനൻസ് വരുന്ന ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ചും ഒരു പ്രണയ ഗാനം ഇതിനകത്ത് സാധാരണ ത്രില്ലറിലൊന്നും ഇല്ലാത്ത. കാലങ്ങൾക്ക് ശേഷം റൊമാൻസ് ഉള്ള പാട്ടിൽ അഭിനയിക്കാൻ പറ്റി. അല്ല, അതിൽ ഒരു ഗുരുദക്ഷിണ എന്നുള്ള രീതിയിൽ വിനിച്ചേട്ടന് തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട്. അത് വിനിച്ചേട്ടൻ്റെ മകൾ വർഷ വളരെ ടാലന്റഡ് ആയിട്ടുള്ള പാട്ടുകാരിയാണ്. വർഷ ഇതിൽ പാടിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം. അതെനിക്ക് വളരെ സന്തോഷമില്ല. കാരണം മോൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പല സിനിമ, ഞാൻ സംവിധായകനാണ്, അവിടെ എന്നോട് ഇതുവരെ എനിക്ക് സിനിമയെ പാടുന്നു ആവശ്യപ്പെട്ടിട്ട് എല്ലാം ഈ പറഞ്ഞ പോലെ ഒന്ന് ഒതുങ്ങി മാറി നിൽക്കുന്നതാണ്. അപ്പോൾ സിനിമയിൽ പാടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഇനി പാടാൻ ആഗ്രഹമുണ്ട്, അത് ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടാണ്, ഞാൻ ഒത്തു വരട്ടെ ആ പാട്ട്. ഭാഗ്യത്തിന് ഇത് ഒത്തു വന്നു. പക്ഷേ അവൾക്ക് നല്ല പാട്ട്, ഒരു പറഞ്ഞ പോലെ ഇപ്പം വേറെ ചില ഡാറ്റേഴ്സ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വെറുതെ കഴിവ് തെളിയിക്കുക, ഇത്ര കഴിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചില കോംപ്ലിക്കേഷൻ അതിൻ്റെ ട്യൂണ് കൊടുക്കുകയും ആ പാട്ട് സിനിമയിൽ വരികയും അത് കേൾക്കുന്നത് പാടാൻ പറ്റാത്ത അവസ്ഥ മലയാളത്തിൻ്റെ പാട്ടുകളുണ്ട്. നല്ല പാട്ടായി, പക്ഷേ ആഞ്ഞു കിടന്ന് അതൊന്ന് പാടാൻ ശ്രമിക്കുക, അതല്ല പാട്ട്. പെട്ടെന്ന് സംവദിക്കുന്നത്, പെട്ടെന്ന് മനസ്സിലേക്ക് ഇറങ്ങുന്നത്, അതിങ്ങനെ ഇരുന്ന് അപ്പോഴും മൂളാൻ പറ്റുന്നതാണ് പാട്ട്. അങ്ങനെയാണ് ദേവരാജ മാഷ പാട്ടുകളാണെങ്കിലും അർജുന മാഷ പാട്ടുകളാണെങ്കിലും പിന്നെ രവിയേട്ടൻ്റെ പാട്ടുകൾ, രവിയേട്ടൻ്റെ ചില സമയങ്ങളിൽ ചില കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് അങ്ങനത്തെ ചില പാട്ട് ഇപ്പോൾ അതിൻ്റെയൊക്കെ അതിൽ വെച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇപ്പം മലയാളത്തിന് കിട്ടിയിരിക്കുന്ന മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് മോശമല്ല, അവർക്കൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്, അത് ഒരു സിനിമയുടെ മൂഡ് എന്ന് പറഞ്ഞപ്പെട്ട പെരുമഴക്കാരെന്ന് പറഞ്ഞ സിനിമയുടെ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് കാണുന്ന തന്നെ അറിയാം ആ സിനിമയുടെ ഒരു മൂഡ്.
അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഡയറക്ടറും ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള കമ്പോസിങ്ങിൻ്റെ അത് വരെ കഥ കംപ്ലീറ്റും ക്യാരക്ടറും മനസ്സും സംവിധായകൻ്റെ മനസ്സും എല്ലാം കൂടി വന്ന ആ ഗാനത്തിൻ്റെ അല്ലെങ്കിൽ ആ സംഗീതത്തിൽ ഒത്തുചേരുമ്പോഴാണ് ആ പാട്ട് ഹിറ്റാവുന്നതും സിനിമയ്ക്ക് അനുയോജ്യമാകുന്നത്. അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ ബാലേട്ടൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിലും അങ്ങനത്തെ സിറ്റുവേഷൻ. കാരണം ഒന്ന് റൊമാൻറ്റിക് മൂഡുള്ള സോങ് ആണെങ്കിൽ മോള് പാടിയിരിക്കുന്നത് വർഷമാണ് വളരെ അവൾക്കൊരു സ്ട്രെയിൻ ചെയ്യാത്ത അല്ലെങ്കിൽ ആ സിറ്റുവേഷന് പറ്റിയിരിക്കുന്ന ലൈറ്റായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് സാധാരണ പ്രേക്ഷകന് മൂളാൻ പറ്റുന്ന മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ടായിട്ട് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ വേറൊരു പാട്ടുണ്ട്. എനിക്ക് പലരും പാടിയിട്ടും അതിൽ ജയന്ദ്രനായിരുന്നു അതിൽ ട്രാക്ക് പാടിയിരുന്നത് എനിക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട്. ആ വളരെ സെൻറ്റിമെൻ്റലായിരിക്കുന്ന സോങ്ങാണ്. എൻ്റെ സിനിമയിലൊക്കെ സെൻറ്റിമെൻ്റൽ എനിക്ക് ആവശ്യമാണ്. അതുണ്ടാവും. കാരണം മെലഡി എന്ന് പറയുന്നത് എപ്പോഴും അത് എപ്പോഴും ഇങ്ങനെ മനസ്സിനെങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പാട്ട് പാടുക. അപ്പോൾ ട്രാക്ക് പാടി നമ്മൾ ട്രാക്കിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യും. പക്ഷേ വേറെ പല ആൾക്കാർ അവർക്കൂടെ പാടിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്കെന്തോ ഇത് മനസ്സും ഞാൻ 200 പ്രാവശ്യം പറഞ്ഞു ജയന്തനെ പാടാതെ എനിക്ക് ജയന്ത വേണ്ട അത് ഇന്നയാൾ പാടാം. ഞാൻ ശരിയാവില്ല ഇന്നയാൾ പാടാം. ഞാനത് ശരിയാവില്ല ഇന്നയാൾക്കൂടെ പഠിച്ചു കൂടെ വേണ്ട അത് പാടാം. അവസാനം അതായത് ജയന്ദ്രൻ തന്നെയാണ് പാടാം. എന്തൊരു ഫീലാണെന്നറിയാം. ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് ഉച്ചയാകുമ്പോഴേക്ക് വൈകുന്നേരം ചെല്ലുന്ന സമയമാകുമ്പോഴേക്ക് ജയന്ദ്രൻ ട്യൂണ്ടായി. ഞാൻ ഇത് തന്നെ മതി. ഇത് അത്രയും നമ്മൾ ഒന്നാമത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും പിന്നെ ഈ കഥയിലൂടെ സഞ്ചരിക്കാൻ പറ്റിയിരിക്കുന്ന അതാണ് മ്യൂസിക് ഡയറക്ടർ ആക്ച്വലി. അല്ലെങ്കിൽ ആൾക്കാരുടെ കോംപ്ലിക്കേഷൻ ആക്കിയിട്ട് മറ്റേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ഈ തിങ്സ് ഇട്ടിട്ടൊന്നും വലിയ കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജയന്ത്രനെ ഏൽപ്പിക്കും ഞാൻ വളരെ കംഫർട്ട്. അതിന് പോകണ്ടായിരിക്കും. എനിക്ക് റെക്കോർഡിങ്ങിന് പോയാൽ മതി. അത്ര കോൺഫിഡൻ്റ് ചെയ്യാം. കാരണം കേട്ടിട്ട് മാറ്റാതെ പിന്നെ ഒരാളോടും ഇത് പറ്റില്ല എന്ന് അടിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ആർട്ടിസ്റ്റ് ഞാൻ അഭിനയിപ്പിക്കുന്ന സമയത്ത് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തരാൻ പറ്റാൻ സോഫ്റ്റായിട്ട് പോകും. നമ്മൾ പ്രത്യേകിച്ച് ഇതൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഈ ജയന്ത്രനായിട്ട് എനിക്ക് പിന്നെ മറകളില്ല. കാരണം അത്ര ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞ് എന്താടാ ചെയ്ത് മാറ്റടാ എന്നൊക്കെ പറഞ്ഞു ഓടാന്ന് പറയും. അങ്ങനെ ഒരു ലൈനിൽ ബന്ധമാണ്. കാരണം അതെന്തോ ഒരു മുജ്ജന്മ ബന്ധം പോലെ കിടക്കുക. അപ്പോൾ ഇതിലെ പാട്ടുകൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട 3 പാട്ടുണ്ട്. ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. അത് നല്ല രസമുള്ള സോങ്ങാണ്. ഒരു മദർ കോൺസെപ്റ്റുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു രസകരമായ ഇതിലാണ് ഈ പാട്ടുകളൊക്കെ 3 മകളെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വലിയ ഭാഗ്യമാണ്.